അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ശില്പങ്ങൾ ഒരുപാടിരിക്കുന്ന ചില ഷോപ്പുകളിൽ പോയാൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു തോന്നുന്ന അത്രയും ഊഷ്മളവും സുന്ദരവുമായ രൂപങ്ങളെ കാണാം. പല രൂപങ്ങളും കുഴച്ചത് ചേർത്ത് ഒട്ടിച്ചു വെച്ചുണ്ടാക്കുന്ന രൂപങ്ങളാണ് പലതും. മിക്കവാറും അങ്ങനെയാണ്. അച്ചിൽ വാർത്തതൊക്കെ അങ്ങനെയാണ്. അത് ഉരച്ചു മിനുക്കേ വേണ്ടു. മുഖച്ഛായയും ഒരു 90% മുഖച്ഛായയും അതിൻ്റെ ചാതുര്യവും അതിന് ഓൾറെഡി ആ അച്ചിലൂടെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ചില രൂപങ്ങൾ അങ്ങനെയല്ല. ചില രൂപങ്ങൾ മുഴുത്തൊരു കല്ലിൽ നിന്ന് ശില്പമാകാൻ വേണ്ടാത്ത ചില അംശങ്ങളെ കൊട്ടിയും കൊത്തിയും വെട്ടിയും ഉരച്ചും കളയുമ്പോൾ മരത്തിൽ തെളിയുന്നു, കരിങ്കല്ലിൽ തെളിയുന്നു. ഇങ്ങനെ ശില്പിയുടെ ഉള്ളിലുള്ള ഒരു ശില്പത്തെ ശില്പമല്ലാത്ത ഒരു മരക്കഷ്ണത്തിൽ, ഒരു കരിമ്പാറയിൽ കാണാൻ ശേഷിയുള്ള മനസ്സുകൾ. ഒരു കുട്ടി BSc നഴ്സിങ്ങിന് പോകണം, സമ്പത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളിലെ ആ BSc നഴ്സിംഗ് കഴിഞ്ഞു വന്ന് തണ്ടിലൊടിഞ്ഞ് തളർന്നു കിടക്കുന്ന അപ്പന് മരുന്ന്, ഒരു കൈയില്ലാത്ത അപ്പച്ചൻ്റെ അനിയൻ കൊണ്ട് കുടുംബം പുലർത്തപ്പെടുന്നു. പല വീടുകളിൽ പോയി പാത്രം കഴുകി അവിടുന്ന് കിട്ടുന്ന അവശേഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും പൊതിഞ്ഞു കെട്ടി കൊണ്ടുവന്ന് കുടുംബത്തെ പുലർത്തുന്ന ആ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് BSc നഴ്സിംഗ് എന്നുള്ള ആ ശില്പഭംഗി അവളിൽ കാണാൻ പറ്റിയ ഒരു വികാരിച്ച്. എനിക്കറിയാം അച്ഛൻ്റെ എല്ലാ എരക്കലും കൈനീട്ടലും ആ കുഞ്ഞൊരു BSc നഴ്സിംഗ് ഉള്ളവളായി തീരാൻ വേണ്ടിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളതിൽ ശില്പഭംഗി കണ്ട് അതിലില്ലാത്തത് മാറ്റിത്തീർത്ത് മാറ്റിക്കളഞ്ഞ് അതിനുള്ളിൽ നിന്ന് ഉദയം ചെയ്യുന്നൊരു മനോഹരമായതിനെ കാണാനുള്ള മനസ്സിലാണ് ശില്പികൾ. നമുക്ക് സമൂഹത്തിൽ അങ്ങനെ നല്ല ശില്പങ്ങളെ കൊത്തിയെടുക്കുന്ന, ആ ശില്പസ്ഥിതി മനസ്സിൽ സൂക്ഷിക്കുന്ന, ആ മനസ്സിൻ്റെ ശില്പചാതുര്യ സ്ഥിതി മറ്റുള്ളവരിൽ കണ്ടറിഞ്ഞ് മനോഹരമാക്കി മറ്റുള്ളവരെ മാറ്റുന്ന നല്ല ശില്പികളാകാനുള്ള ഒരു കൊതി ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആവേ മരിയ. ആമേൻ.